മൂന്നാറിന്റെ കാഴ്ചകളിൽ സമ്പന്നമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതാണ് ഇരവികുളം നാഷണൽ പാർക്ക് എന്നുള്ളത്. മൂന്നാറിന്റെ വിനോദവും ചരിത്രവും സമന്വയിക്കുന്ന മൂന്നാർ മറ്റൊരു മുഖം. ഇരവികുളം നാഷണൽ പാർക്കിന്റെ കാഴ്ചകളിലൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തെക്ക് വടക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 1978 ഈ ഒരു ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥാപിതമാവുന്നത്. ആൻഡ് കേരളത്തിലെ തന്നെ ആദ്യത്തെ നാഷണൽ പാർക്കും കൂടെയാണ് ഇത്. 1978 ഇത് സ്ഥാപിതമാവുന്ന സമയത്ത് ആൾക്കാർക്ക് വരാം, അവരുടേതായ വാഹനങ്ങളിൽ പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. എന്നാൽ 2006 മുതലാണ് ഇവിടെ കുറച്ചും കൂടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കുറച്ചും കൂടെ ഡെവലപ്മെന്റ് ആയിട്ടുള്ളത്. ആൻഡ് ഇന്ന് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലാണ് ഇതിന്റെ മുകളിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. ഒന്ന് നമുക്ക് ബസ്സും ഒന്ന് ഇലക്ട്രിക് കാറും ആണ്. ബസ്സിലാണെങ്കിൽ 200 രൂപയാണ് പെർ പേഴ്സൺ ചാർജ് വരുന്നത്. ആൻഡ് ഇലക്ട്രിക് കാറാണെങ്കിൽ പെർ കാറിന് 7500 രൂപ. 5 പേരാണ് ഒരേ സമയം കാറിൽ യാത്ര പോകുന്നത്. ഇന്ന് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മളിവിടെ കാണാനായിട്ട് പോകേണ്ടത് VR ആണ്. ആൻഡ് ഇതിനെ പറ്റിയുള്ള ഒരു 10 മിനിറ്റ്സ് ഡോക്യുമെന്ററി നമ്മളെ കാണിക്കാനായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ അത് കണ്ടിട്ടാണ് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പൊ കാഴ്ചകളിലൂടെ തന്നെ നമ്മൾ പോവാം. അപ്പൊ തുടങ്ങി വെക്കാം ബാക്കി എന്തൊക്കെ ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത്. നോർമലി പല സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് ഡോക്യുമെന്ററിയിൽ കാണാനുള്ള അവസരം ഉണ്ടായിരിക്കും. പക്ഷെ വെർച്വൽ റിയാലിറ്റിയിൽ കാണാന്ന് പറഞ്ഞാൽ റയർ ആയിട്ടാണ് കാണാൻ പറ്റുക. നമുക്ക് കുറച്ചും കൂടിയും ഈ വിഷ്വൽ എഫക്റ്റിനെ ഒരു സ്കൈ വ്യൂവിൽ നിന്നിട്ട് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു പിക്ചർ കിട്ടും എന്നുള്ള രീതിക്ക്. ഇപ്പോൾ വെർച്വൽ റിയാലിറ്റിയുടെ ശരിക്കും മാതൃകയെ കൂട്ടുപിടിച്ചുകൊണ്ട് വിനോദത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. ആൻഡ് സൂപ്പർ കിടലൻ എക്സ്പീരിയൻസ് ആണ്. ഏത് സ്ഥലം വിസിറ്റ് ചെയ്യാൻ വന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ താഴെ നിന്ന് കാണാനേ പറ്റുള്ളൂ. 360 ഡിഗ്രിയിൽ കാണണമെങ്കിൽ ഇതുപോലെ തന്നെ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇരവികുളം ഓൾറെഡി പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സൗന്ദര്യത്തെ നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഈ ഒരു വെർച്വൽ റിയാലിറ്റി നമ്മളെ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇനി നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് പോവാണ്. നമ്മൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് ഒക്കെ പോകാനുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ പോകണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ വണ്ടി ചിലപ്പോൾ പറ്റിയെന്നില്ല. അപ്പൊ തന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരു വണ്ടി വിളിക്കും. ആ വണ്ടിന്റെ പൈലറ്റുകളാണ് നമ്മുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നത്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആവുമ്പോൾ എന്തായാലും വേണ്ടിയിരുന്ന ആൾക്കാരാണ് നിങ്ങൾ, അല്ലെ? ഡ്രൈവേഴ്സും ഒപ്പം തന്നെ നല്ല കിടിലം വണ്ടികളും. ആ ഒരു ആൾക്കാരെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പരിചയപ്പെടുത്താൻ പറ്റിയ ആളാരാണ്? പേര് റാസി, ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ശരി. പേര് ആകാശ്, കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. പേര് ഷാക്കിർ, കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. പേര് സുനിൽ, കോതമംഗലം. പേര് റാഫി, പെരുമ്പാവൂർ. എൻ്റെ പേര് അബ്ദുൽ കരീം, വീട് കൊടുങ്ങല്ലൂർ, കൊച്ചി ബേസ് ചെയ്താണ് ഓടുന്നത്. എൻ്റെ പേര് അജീഷാണ്, പാലക്കാട്. ഗോഡ് ട്രാവൽസിൽ കഴിഞ്ഞ 13 വർഷമായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. എൻ്റെ പേര് ടോണി എന്നാണ്. ഞാൻ ഈ ജില്ലക്കാരൻ തന്നെയാണ്, തൊടുപുഴയാണ്. എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ടൂറിസ്റ്റ് കമ്പനിയാണ് ഓടിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണോ അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന ആൾക്കാർ തന്നെയാണോ? ഇവിടെ വന്ന് കണ്ടു പരിചയമുള്ളതാണ് എല്ലാവരും. ഇപ്പൊ ഇന്ന് പരിചയപ്പെട്ടതല്ല, അല്ല, വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്, കണ്ടു പരിചയമുള്ളതാണ്. ശരി. ഇങ്ങനെയുള്ള ഒരു ഫീൽഡിൽ വെച്ച്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ മൂന്നാർ ചുറ്റി കറങ്ങാൻ എത്ര ദിവസം വേണ്ടി വരും? മൂന്നാർ ചുറ്റി കറങ്ങാൻ ഒരു 2 ദിവസം ഫുള്ള്. 2 ദിവസം. എന്റെ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഇതായിരിക്കും. നാഷണൽ പാർക്ക് തന്നെയാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. ഇങ്ങോട്ടാണ് ഒരു ഫുൾ ഡേ ട്രിപ്പിനുള്ള സ്ഥലം ഉണ്ടെന്നല്ലേ? ഹാഫ് ഡേ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും എങ്ങനെയാ, സിനിമയൊക്കെ കാണുന്ന ആൾക്കാരാണോ? തീർച്ചയായിട്ടും. അപ്പൊ ഈ യാത്രക്കൊക്കെ ഇടയിൽ സിനിമയ്ക്ക് പോകാനുള്ള സമയം കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും അതിന് സമയം കാണുമല്ലോ. ഒരു കാര്യം, നമ്മൾ ഫുൾ ടൈം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരല്ലേ? ട്രാവൽ ചെയ്യാനാണോ ഏറ്റവും ഇഷ്ടം, അത് ഫിലിമിന് പോകാനാണോ? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ ഇഷ്ടം ട്രാവൽ ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നതും. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് പുറത്തായിരുന്നു. അപ്പൊ നാട്ടിൽ വന്നിട്ട് ഏതാണ്ട് 2 വർഷമായുള്ളൂ. പേര് ഫീൽഡിൽ വന്നിട്ട് 1 വർഷത്തിന് മേലായി. ഈ മലയാള സിനിമയിൽ എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള നടനാരാ?
എനിക്ക് ഫഹദ് ഫാസിലിനെ ഇഷ്ടം. ഫഹദ് ഫാസിലിനെ ഇഷ്ടമാണ്. ഫഹദ് ഫാസിലിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പടം ഇപ്പൊ ലേറ്റസ്റ്റ് മൂവി ആവേശം. ആവേശം. ഓക്കെ, അപ്പൊ ഫാമിലി ആയിട്ട് പോയി കണ്ടായിരുന്നോ? തീർച്ചയായിട്ടും കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഒരു ഫിലിം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അയ്യോ. സിനിമയ്ക്കൊക്കെ ഒരുപാട് പോകുന്നോണ്ട് തന്നെ ഉത്തരം കറക്റ്റ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. സോ ഒരു മിനിമൽ പോസ്റ്റർ നമ്മൾ കാണിക്കും. ഈ പോസ്റ്റർ കണ്ടിട്ട് ഏത് സിനിമയാണ് ഓർമ്മ വരുന്നെങ്കിൽ ആ പേര് പറയാം. ഉത്തരം പറയുന്ന ആളൊന്ന് കൈ ഉയർത്തിയാൽ മൈക്ക് പാസ് ചെയ്യാം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ മിനിമൽ പോസ്റ്റർ. വേണമെങ്കിൽ കയ്യിൽ വാങ്ങിക്കും. എന്താ അതിൽ കാണുന്നത്? ഒരു കണ്ണിന്റെ അകത്തേക്ക് ഒരു കൃഷ്ണമണിക്കുള്ളിലേക്ക് ഒരു ബൂട്ട് വന്ന് നിൽക്കണായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിന്റെ അകത്തേക്ക് പിന്നെ താഴെ ഒരു സാധനം എന്തോ കാണുന്നുണ്ട്. ഒരു കുട്ടി ഇങ്ങനെ ഓടുന്നുണ്ട്, ചവിട്ടാൻ വേണ്ടി പോകുന്നതായിട്ടാണ്. ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോ ഏത് സിനിമ വരുന്നത് നോക്കണമെന്നില്ല. നമ്മുടെ മലയാളത്തിന്റെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടമാണ്. എന്നെക്കാൾ ഉപരിയായിട്ട് ഇപ്പൊ ഡ്രൈവേഴ്സ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട എന്താ ശ്രദ്ധ കിട്ടണമെങ്കിൽ കാഴ്ച വേണം അല്ലെ? അതില്ലെങ്കിലോ ബുദ്ധിമുട്ടല്ലേ? സോ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു ആക്ടർ അഭിനയിച്ച ഒരു സിനിമയാണ് ഒപ്പം. ആണോ? ഒപ്പം ആരുടെ സിനിമ? ഒപ്പം ഉള്ളവർക്ക് ഉറപ്പാണോ തോന്നുന്നു? ആരുടെ പടാ? ആണ്. അപ്പൊ ഒപ്പാണോന്ന് ഉറപ്പാണോ? ഏകദേശം ആണ്. ആണെങ്കിൽ റൈറ്റ് ആൻസർ ആണ്. യെസ്. അപ്പോൾ റൈറ്റ് ആൻസർ ഒക്കെ പറഞ്ഞിട്ട് ആ ഉത്തരം പറഞ്ഞതിൽ വരെ തന്നെ പല സ്ഥലങ്ങളിലുള്ളവരാണെങ്കിൽ വരെ അതിൻ്റെ ഒരു ഐക്യം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും റൈറ്റ് ആൻസർ പറഞ്ഞു തുടങ്ങിയ ഒരാളുണ്ട്. അപ്പൊ ആൾക്ക് തന്നെ ഗിഫ്റ്റ് കൊടുത്ത് തുടങ്ങുകയാണ്. സോ സൂര്യ കോമഡിയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിക്കോളൂ. ഓക്കെ, താങ്ക് യു. സന്തോഷം വരുന്നില്ലല്ലോ. യെസ്. സോ അതാ അടുത്തൊരു ഗിഫ്റ്റ് ആയിട്ട് എത്തുകയാണെന്ന്. ഒപ്പം തന്നെ നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ആൾക്കാർ അടുത്ത സമ്മാനം. യെസ്, PR കേക്കിന്റെ വളരെ വ്യത്യസ്തമായ രുചികളോട് കൂടിയുള്ള അറേബ്യൻ ഡിലൈറ്റ്സ് ആൻഡ് വൈറ്റ് പ്ലം കേക്ക് ആണ്. അപ്പൊ ഇനി ഓരോ രുചിയും ഡ്രൈവിങ്ങിനൊപ്പം തന്നെ ആസ്വദിക്കാൻ പറ്റട്ടെ. റെഡി? യെസ്. സോ അടുത്ത ഗിഫ്റ്റ് ഇതാ വരാൻ പോവാണ്. മൂന്നുപേരും കൂടെ പിടിച്ചോ. OSK ഉണ്ണിമായ പാലട പായസം മിക്സ് ആണ്. ഓക്കെ. ആൻഡ് ഫൈനലി കാശീസ് പ്യൂർ ആൻഡ് നാച്ചുറൽ നെല്ലിക്കയും വയനാടൻ കാന്താരി മുളകും മറ്റേണ്ട സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. അപ്പൊ അത് ഊർജ്ജം കിട്ടണം ഡ്രൈവ് ചെയ്യുമ്പോ. സെറ്റ് ആവില്ല. അപ്പൊ കൺഗ്രാറ്റ്സ്. അപ്പൊ ഇതുപോലെ ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് പോട്ടെ. പല സ്ഥലങ്ങളിൽ നിന്ന് കാണുന്നവരാണെങ്കിലും നിങ്ങളുടെ ഒരു ഐക്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുപോലെ തുടരട്ടെ. കുറെ സ്ഥലങ്ങളിൽ ഒരുപാട് പ്രാവശ്യം മീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. ബൈ. അങ്ങനെ വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബെസ്റ്റ് വേയിലേക്കുള്ള യാത്രയിലാണ്. ഇതിനേക്കുള്ള ഒരു പാത്വേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഏഷ്യയിൽ ആദ്യമായിട്ടാണ് ഭിന്നശേഷിക്കാർക്ക് കൂടി ഒരേപോലെ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ അവർ വീൽ ചെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബസ് പോയിന്റിലെത്താം. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചകൾ എത്രകാലമുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. മൂന്നാറിന്റെ കാഴ്ചകളിൽ തന്നെ ശരിക്കും ഒരു ഉദ്യാനമാണ് നമ്മൾ പറയും. അപ്പൊ അത്തരത്തിലേക്ക് നമ്മൾക്ക് ബെസ്റ്റ് വേയിൽ കയറാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തുള്ള ചെറിയൊരു ഉദ്യാനമുണ്ട്, ഒരു ഗാർഡൻ ഉണ്ട്, ഓർക്കിഡ് ഏരിയ ആണ്, ഒപ്പം ഫെർണറിയും. അപ്പോൾ ആ ഒരു കാഴ്ചയിലൂടെയാണ് നമ്മൾ പോവുക. ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് ബസ് വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ബോറടിക്കേണ്ടാന്ന് കരുതിയിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഓർക്കിഡ് ഏരിയ ഇവരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബസ് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ആ ഒരു ഓർക്കിഡ് ഏരിയ ഒക്കെ ഒന്ന് കണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു റൗണ്ട് കഴിഞ്ഞ് ബസ് എത്തിയിട്ടുണ്ടാവും. സോ നമുക്കും അതുപോലെ ഒരു റൗണ്ടൊക്കെ അടിച്ച് ഓർക്കിഡ്സ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ ബസ് എത്തും. ഏകദേശം 97 ചതുശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഇരവിക്കുളത്തിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ വ്യാപിച്ചു കിടക്കുന്നതാണ്. കുറെ കൂടി ആധികാരികമായിട്ട് നമുക്ക് അറിയാനും കഥകൾ കേൾക്കാനും ഒക്കെ നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിൽ നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടുള്ള ഉണ്ണീഷൻ സാർ നമ്മളൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. സാർ എവിടെയൊക്കെ ആലോചനയിലാണല്ലോ, തിരക്കിലായതിന്റെ കുറച്ചൊരു ഹറിവറിയാണോ? എന്നെ ഇവിടെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് അറിഞ്ഞതിനേക്കാൾ കൂടുതലാണ് അറിയാനുള്ളത് അല്ലെ? ഈ കാണുന്ന കാഴ്ചകൾ തന്നെ അതിനേക്കാൾ അപ്പുറമാണ് എന്നുള്ളത്
ശരിക്കും എന്താണ് ഇരവികുളം? ഒറ്റ വാക്കിൽ, സാറിന്റെ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കേരളത്തിലെ ഏറ്റവും വലിയ എക്കോ ടൂറിസം ആയിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൊണ്ട് ഇതെന്ന് പറയുന്നത്. മറ്റ് പല എക്കോ ടൂറിസങ്ങളുണ്ട്, എന്നാൽ അവിടെ നിന്നും നമ്മൾ ഇവിടുത്തെ പരിപാലനത്തിലും ഇവിടുത്തെ മൊത്തം മാനേജ്മെന്റിലും എല്ലാം ഒരു വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ഇപ്പം നിങ്ങളിവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, സാധാരണ ഒരു ഗവൺമെന്റ് സ്ഥാപനം പരിപാലിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ അത് നോക്കുന്നുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ അതിനുവേണ്ടി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും 5 EDCകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ EDCകൾ എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് വാച്ചേഴ്സ് എന്ന് പറഞ്ഞ EDC ഉണ്ട്. അവർ ഓരോ പോയിന്റുകളിൽ ഡ്യൂട്ടി നോക്കുന്നവർ നമ്മളിപ്പോൾ കണ്ടവരൊക്കെയാണ്. പിന്നെ MEC അഥവാ മലബാർ ഏലം കമ്മിറ്റി, ഇടമലക്കുടി ട്രൈബൽ സെറ്റിൽമെന്റിലുള്ള ആൾക്കാരാണ്. അവര് ഇതിനകത്ത് സഹായിക്കുന്നുണ്ട്. അവരൊരു 60 പേര് ഇവിടെ ജീവനക്കാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ, നമ്മുടെ ഷോപ്പുകളും മറ്റും, എക്കോ ഷോപ്പുണ്ട്, സുവനർ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ കഫറ്റേരിയ ഉണ്ട്, ഔട്ട്ലെറ്റുകള്. ഇപ്പൊ നമ്മൾ സാധാരണ ആൾക്കാർക്ക്, ഇപ്പൊ നമ്മുടെ ഡ്രൈവേഴ്സിന്, അതുപോലെ തന്നെ പുറത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റ് ഡ്രൈവേഴ്സ് ആൾക്കാർക്കൊക്കെ ഈ സ്റ്റാൻഡേർഡ് ലെവലിൽ നിന്ന് അല്പം താഴെ നിന്ന് അടിച്ച് എടുക്കുന്ന ചായയും മറ്റും ഒക്കെ കുടിക്കുന്ന ഇത് ഇപ്പോഴും ഇഷ്ടമാണ്. അതിനുവേണ്ടി അവർക്കായിട്ട് നമ്മൾ കുറിഞ്ഞി ടീ ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അവിടെ ചായയും കടിയും എല്ലാം 10 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ ഇതിനെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പാർക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാലും അതുപോലെ തന്നെ മറ്റ് ഇവർക്ക് ഫുഡ്, അതുപോലെ തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ എല്ലാം നമ്മൾ ഇത്തരത്തിൽ പരിപാലിച്ചു. നമ്മൾ ഇവിടെ കൊടുക്കുന്ന സർവീസിനെ കുറിച്ചാണ് സാറ് പറഞ്ഞത്. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു 176 അല്ലെ 176 EDC സ്റ്റാഫുകളുണ്ട്, 5 EDCകൾ. നമുക്കിവിടെ നിന്നും 9 ബസ്സുകളാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ആള് വരുന്നതനുസരിച്ച് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ട് വരില്ല. ഒരു ബസ്സിൽ 30 പേര് വെച്ച് ഒരേ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാനായിട്ട് നമ്മളിവിടെ അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഇപ്പൊ ഇതിൽ താഴെ സമയത്ത് വേണമെങ്കിൽ കറങ്ങി പെട്ടെന്ന് വരുന്നവർക്ക് പോവാം. ബസ് നമ്മൾ പോകുന്ന ബസ്സിൽ തന്നെ വരണമെന്നില്ല. ശരിക്കും ഇതിനൊരു സീസൺ ഉണ്ടോ? പർട്ടിക്കുലർ ഇതിനകത്ത് നമ്മൾ ജനുവരി 31 പാർക്ക് ക്ലോസ് ചെയ്യും. അതായത് ഫെബ്രുവരി മാർച്ച് നമ്മുടെ ക്ലോസിംഗ് ടൈമാണ്. ഈ ടൈമിൽ നമുക്ക് യാതൊരു ടൂറിസം പരിപാടികളുമില്ല. ആ സമയത്ത് ഇവിടെ നമ്മുടെ നവീകരണ പ്രവർത്തനങ്ങളും അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ അപ്പുറമായിട്ട് ഇപ്പൊ അവിടെ ഇപ്പൊ വസിക്കുന്നാലും ഇപ്പൊ വരയാടാണെങ്കിലും മറ്റാണെങ്കിലും ഈ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്ലോസ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും സംരക്ഷിക്കുന്ന അതിന്റെ ഒരു ബ്രീഡിംഗ് ടൈമാണ് നമ്മുടെ ഈ ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്നത്, കാൽവിംഗ് സീസൺ. ആ ടൈമിലാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഏപ്രിൽ വരുമ്പോഴത്തേക്ക് സെൻസസ് എടുക്കും. സെൻസസ് പ്രകാരം ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇത്രയും സർവീസുകളെ കുറിച്ച് പറഞ്ഞു, ഇരവികുളത്തിലെ സാറിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ 15 മാസങ്ങളെ ആവുന്നുള്ളൂ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പം അത് മുതലുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നത്. ഏറ്റവും അട്രാക്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താ? അട്രാക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചില സമയങ്ങളിൽ വരുന്ന ക്യൂവും കാര്യങ്ങളും ഒക്കെ ഇപ്പം നമുക്കൊരു 2000-2500 പേര് വരുന്ന ഒരു ക്യൂ അനുഭവപ്പെടത്തില്ല. നമ്മുടെ ഒരു ആധുനിക നവീകരണ സെറ്റപ്പുകൾ വന്നതിന് ശേഷം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ചില പ്രായമായ ആൾക്കാർ, ഇപ്പൊ ഒരു 80 വയസ്സുള്ള ആൾക്കാരൊക്കെ വന്ന് നമ്മളിങ്ങനെ ക്യൂ നിൽക്കുവാണ്. നമ്മൾ ഈ ശബരിമലയിലും വേളാങ്കണ്ണിയിലും ഒക്കെ പോയി അയ്യപ്പനെ മാതാവിനെ ഒക്കെ തൊഴാൻ നിൽക്കുന്ന മാതിരി ഇവർ ഈ ആടിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് നമ്മൾ ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അവരെ വീൽചെയറിൽ കൊണ്ടുപോകാനുള്ള പറ്റും. അവർ ഒക്കെ വരും ഈ ആടിനെ കാണാനായിട്ട് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലോകത്ത് തന്നെ ഹിമാലയത്തിലും ഇവിടെയും മാത്രമേ ഉള്ളൂ. മറ്റു സ്ഥലത്തൊക്കെ അപൂർവമായിട്ട് കാണുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇതിനെ കാണാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും കൂടുതലുള്ള നീലഗിരി താർ എന്നറിയപ്പെടുന്ന അല്ലെ വരയാടിനുള്ള കാണാനുള്ള കാഴ്ച കൂടി തന്നെയാണ് യാത്ര. മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ കുറിഞ്ഞി എന്ന് പറഞ്ഞത് 12 വർഷത്തിൽ ഒരിക്കൽ പോകുന്ന ഒരു പ്ലാന്റ് ആണല്ലോ കുറിഞ്ഞി എന്ന് പറയുമ്പോഴത്തേക്ക്. ഈ കുറിഞ്ഞി ഇനി ഇവിടെ 2018-ലായിരുന്നു, ഇനി അടുത്ത 2030-ലാണ് പൂക്കുന്നത് ഫ്ലവറിങ്. കുറിഞ്ഞി ഗാർഡൻ ഒക്കെ നമ്മൾ അവിടെ തന്നെ ഉണ്ട്, കാണാനായിട്ട് സാധിക്കുന്നു. ശരിക്കും ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഒരു ചരിത്രത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ണൻദേവൻ ഹിൽ പ്രൊഡ്യൂസ് കമ്പനിയുടെ ഒരു വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ഈ ചരിത്രാതീത കാലത്ത്. എന്നാൽ 1895-ല് ഇത് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വരികയും അവരതിനെ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിനെ കണ്ടുപിടിച്ചത്. ഹാമിൽട്ടൺ പീഠഭൂമി എന്നാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത്. 1971 വരെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. 1971-ൽ ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന ഇതിനെ ഏറ്റെടുക്കുകയും ഇതൊരു സംരക്ഷിത പ്രദേശമാക്കുകയും മാറ്റുകയും ചെയ്തു. എന്നാൽ 1975-ൽ ഇതിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. എന്നാൽ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് നാമകരണം ചെയ്യപ്പെടുന്നത് 1978-ലാണ്. എന്നാൽ പിന്നെയും ഇത് കുറെ കാലം ഇങ്ങനെ കിടക്കുകയും അതിനുശേഷം നമ്മളൊരു 2006 കൂടിയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ടൂറിസം സംവിധാനം ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്. അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ. അപ്പൊ എന്തായാലും നമുക്ക് അതിലേക്ക് തന്നെ കാണാൻ തോന്നുന്നു അല്ലെ?
നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഫസ്റ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും നമ്മൾ പോകാനുള്ള ഡെസ്റ്റിനേഷൻ ഇതല്ല, ഇവിടെ നിന്ന് 1 കിലോമീറ്റർ കൂടി ഉണ്ട്. അത് ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറിലോ ബഗ്ഗി കാറിലോ അല്ലെങ്കിൽ നടന്നിട്ടോ പോകാൻ പറ്റും. സോ പക്ഷെ നമുക്ക് ഇവിടെ അതിന്റെ ഒരു മ്യൂസിയം കാര്യങ്ങളും കാഴ്ചകളും ഇവിടെയാണുള്ളത്. പക്ഷെ നമ്മൾ ഈ വരുന്ന വഴിയിൽ ആക്ച്വലി നമ്മളൊരു 4-5 കിലോമീറ്റർ ആണ് നമ്മൾ ബസ്സിൽ വരുന്നത്. ഈ ബസ്സിൽ വരുന്ന യാത്ര തന്നെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം ചുറ്റിനും നല്ല വ്യൂസും ആൻഡ് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആനേനെയും അതുപോലെ തന്നെ ഈ ഒരു വരയാടുകളെയും കാണാൻ പറ്റും. ആൻഡ് നമുക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ ആനേനെയും, അത് വിഷ്വലി നിങ്ങൾക്ക് കിട്ടിയോന്ന് അറിയില്ല, പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ആനേനെയും ഒപ്പം വരയാടുകളെയും കണ്ടു. ആൻഡ് ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെയാണെങ്കിലും നമ്മളോടൊപ്പം വരയാടുകളും ഒപ്പം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആൻഡ് ഇനി ഇവിടുന്ന് പോകുന്ന ആ ഒരു 1 കിലോമീറ്റർ 10 പോയിന്റ് ആയിട്ടാണ് ഇവർ തിരിച്ചിരിക്കുന്നത്. സോ ആ ഒരു 10 പോയിന്റിൽ നമ്മൾ നടന്നിട്ടാണ് ഇപ്രാവശ്യം പോകുന്നത് അല്ലേ. ആൻഡ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ ഒരു ഇലക്ട്രിക് കാർ എടുക്കും. ആൻഡ് ഇപ്പോൾ നമ്മൾ 2000 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. യെസ്. അപ്പൊ ഇനി എന്തായാലും നമ്മൾ വരുന്ന വഴിക്ക് 1000 അടി വാട്ടർഫോൾസ് കണ്ടു, ആനമുടി കണ്ടു. യെസ്. അപ്പൊ ആനമുടി ഉള്ളത് 2695 അടി ഉയരത്തിലാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ബാക്കി കാഴ്ചകളിലേക്ക് നടന്നു തന്നെ കയറാണ്. പക്ഷെ അതിനു മുന്നേ നമുക്ക് ഇവിടെ മ്യൂസിയം ഉണ്ട് അല്ലെ. ഈ പാർക്കിന്റെ സ്റ്റോറി പറയുന്ന ഒരു മ്യൂസിയം കൂടെ ഉണ്ട്. അപ്പൊ അവിടുത്തെ കാഴ്ചകൾ കണ്ടാലും ഇവിടെ നമുക്ക് മെയിനായിട്ടും കാണാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹിസ്റ്ററി ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ കാണുന്ന ആ ഒരു ഭൂപ്രകൃതി നമ്മുടെ ഇരവിള നാഷണൽ പാർക്കിന്റെ നമ്മൾ പറഞ്ഞ 65 സ്ക്വയർ കിലോമീറ്റർ പുല്ലുമേടാണെന്ന് ആ ഭൂപ്രകൃതി കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ കാണുന്ന മറ്റ് പ്ലാന്റ്സുകള്, നീലക്കുറിഞ്ഞി, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ബേഡ്സുകള്, ആനിമൽസ്, അതിനെ കുറിച്ചുള്ള ഭൂപ്രകൃതിയെ എത്രത്തോളം വിവരിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ കൊടുക്കുന്ന പിക്ചർ നമ്മളെ വിആറിൽ നമ്മളെ കണ്ട പോലെ തന്നെ അതിന്റെ ഒരു സംഭവങ്ങളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു ഫുൾ പിക്ചർ ആക്ച്വലി വെർച്വൽ റിയാലിറ്റിയിലൂടെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നെറേഷൻ വോയിസിലൂടെ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പൊ ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കും. സോ അതിനുള്ള അല്ലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ഷൻ കൂടിയാണ്. ഏകദേശം നമ്മുടെ 1 കിലോമീറ്ററുള്ള യാത്രയിൽ 10 പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. താർ 1, 2, 3 അങ്ങനെയാണ്. സോ താർ 1 എത്തുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു മ്യൂസിയം കാഴ്ചയുടെ ഒപ്പം തന്നെ കാണാൻ പറ്റുന്നതാണ് എക്കോ ഷോപ്പ്. അപ്പോൾ ഇവിടെ വന്ന സ്ഥലം കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം തോന്നും. അപ്പോൾ ഇവിടുത്തെ ട്രൈബലിന്റെ പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിലും ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ് ആണെന്നെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി കണ്ടു നോക്കിയിട്ട് മൂന്നാറിൽ എവിടെ കണ്ടു തുടങ്ങണം എന്നുള്ളതിന്റെ ഉത്തരത്തിലായിരുന്നു നമ്മൾ ഇത്ര നേരം കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നത്. ശരിക്കും പ്രകൃതി കേരളത്തിന് ഒരുക്കിയ ഒരു പ്രതീസം തന്നെയാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇന്ന് നമ്മൾ വന്നപ്പോൾ നമുക്ക് ഏറ്റവും ഭാഗ്യം നിറഞ്ഞൊരു ദിവസം കൂടെയാണെന്ന് പറയാം. കാരണം എപ്പോൾ വന്നാലും അങ്ങനെ എപ്പോഴും ആനകളെയൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ ആനയെ കണ്ടു, വരയാടിനെ കണ്ടു. ആൻഡ് പ്രകൃതിയും നമ്മളോടൊപ്പം ചേർന്ന് നമുക്ക് ഈ ഒരു മനോഹരമായ വ്യൂ നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മുടെ കാഴ്ചകൾ ഇവിടുത്തെ തീരുന്നില്ല. സോ നാഷണൽ പാർക്കിന്റെ തന്നെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരും. സോ ടിൽ ദെൻ ദിസ് ഇസ് ക്രിസ് ലോറൻസ് റോഹൻ ലോന സൈനിങ് ഓഫ്.